ബേബി മിണ്ടുന്നില്ല, കുട്ടി മിണ്ടുന്നില്ല സാർ. പ്രേമ, ഇതിലെ നിസ്സഹായനാണ് താൻ എന്ന് എൻ്റെ ശരീരഭാഷ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് പത്രപ്രവർത്തകരോട് സഞ്ജീവ് തൂക്കി, എപ്പോഴും ഒരു സഞ്ജീവ് കൊണ്ട് നടക്കുന്ന ആളാണല്ലോ അദ്ദേഹം. അത് ബുദ്ധിജീവികളുടെ ലക്ഷണം. എപ്പോഴും പുസ്തകം ഇങ്ങനെ വായിച്ച് നടക്കുന്ന ഒരാൾ. അപ്പോൾ ബേബി ചോദിക്കുന്നു, ഞാൻ നിസ്സഹായനാണ് എന്ന് നിങ്ങൾക്ക് എൻ്റെ ശരീരഭാഷയിലൂടെ മനസ്സിലാവുന്നു. അദ്ദേഹം ഉദ്ദേശിച്ചത് എനിക്ക് പരസഹായം വേണ്ട എന്നേ ഉള്ളൂ. അല്ല, പരസഹായം വേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ നിസ്സഹായനാണ് എന്ന് തന്നെയാണ് ബേബി പറയുന്നതിൻ്റെ അർത്ഥം. അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ഒരു മുന്നണി രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ CPM അല്ല, കോൺഗ്രസ് അല്ല, ഇനി ഏത് പാർട്ടി ആയാലും ഭരണത്തിൽ ഇരിക്കുമ്പോൾ ആ പാർലമെൻ്ററി തലത്തിലുള്ള നേതാക്കന്മാരുടെ മേൽ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ചരടുണ്ടാവും, അവരുടെ ഒരു നിയന്ത്രണം ഉണ്ടാവും. അപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഇത് കേരളത്തിനകത്ത് മാത്രം എടുക്കുന്ന ഒരു തീരുമാനമല്ല, കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ശരി, ഇതിൻ്റെ ഈ പറയുന്ന കാര്യത്തിൽ ഇതിൻ്റെ ഏത് തീരുമാനം എടുക്കുമ്പോഴും CPM എന്ന് പറയുന്ന പാർട്ടിയുടെ കേന്ദ്ര ഘടകം കൂടി ഇത് അറിയേണ്ടതായിരുന്നു. സംസ്ഥാന ഘടകം അല്ലെങ്കിൽ പോട്ടെ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് എങ്കിലും ഇതിനെ സംബന്ധിച്ചൊരു തീരുമാനം. കാര്യം ഇവർ മന്ത്രിമാർ പലതവണ പലതവണ മന്ത്രിമാരെല്ലാവരും കൂടി ചേർന്നുള്ള ക്യാബിനറ്റ് മീറ്റിംഗ് വരുന്ന സമയത്ത് അതെല്ലാം മാറ്റിവെച്ച ഒരു ഫയല് എന്തുകൊണ്ടത് മാറ്റിവെച്ചു എന്നുള്ള സംബന്ധിച്ച് അവരുടെ പാർട്ടിയിൽ അവരൊരു തീരുമാനം എടുത്ത ശേഷം CPI അടങ്ങുന്ന അവരുടെ കോറത്തിൽ അറിയിക്കുക, എന്നിട്ട് നമുക്കിത് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട്. കാര്യം ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് വരുമ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ക്യാബിനറ്റ് മീറ്റിങ്ങിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് അതാത് മുന്നണികളുടെ നേതാക്കളെ അറിയിക്കണമെന്നാണ്.